بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. മാന്യ സഹോദരന്മാരെ, സഹോദരികൾ, ജീവിതത്തിൽ ഒരു 45-50 കൊല്ലമൊക്കെ ഇവിടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകൾക്ക്, ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ഒരു 10-20 കൊല്ലക്കാലം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സ്വയം സാക്ഷിയാവാൻ കഴിയും. സാമ്പത്തിക രംഗത്തും അതുപോലെ സാമൂഹിക ജീവിതത്തിലൊക്കെ ഒരു 10-20 കൊല്ലക്കാലം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങളുണ്ട്. ആ മാറ്റം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് നമ്മുടെ കുടുംബരംഗത്താണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന മുതിർന്ന പ്രായമുള്ള ആളുകൾക്ക് അവരുടെ ചെറുപ്പകാലത്തെ കല്യാണങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പലരും ചിലപ്പോൾ പെണ്ണ് കാണാൻ പോയിട്ടേ ഉണ്ടാവില്ല. അവരെ വാപ്പയും എളാപ്പയും അമ്മാവനും ഒക്കെ കണ്ട് ഉറപ്പിച്ച് തീരുമാനിച്ച് അതാണ് നടത്തലാണ്. പലപ്പോഴും ഇന്നതാണ് എൻ്റെ വധു എന്ന് അറിയുന്നത് കല്യാണത്തിൻ്റെ അന്ന് മാത്രമായിരിക്കും. മറിച്ചും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു കാലം നമ്മുടെ മുസ്ലിം സാമൂഹ്യ ജീവിതത്തിൽ പ്രത്യേകിച്ചും മലബാറിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. കല്യാണം നടത്താനും തീരുമാനിക്കാനൊക്കെ ഉള്ള അവകാശം കാരണവന്മാർക്ക് വിട്ടുകൊടുത്തിട്ട് കല്യാണം നടത്തുന്നവന് അതിൽ അഭിപ്രായം പറയാൻ പോലൊരു സ്വാധീനമില്ലാത്ത ഒരു കാലം. പക്ഷെ അങ്ങനെ കല്യാണത്തിൻ്റെ അന്നാണ് വധൂവരന്മാർ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള കുടുംബത്തിനും സ്നേഹമുണ്ടായിരുന്നു, ആ കുടുംബത്തിൽ ഐക്യമുണ്ടായിരുന്നു. അവിടെ വളരെ ആർദ്രതയും അലിവുമുള്ള ഒരു തലമുറക്ക് രൂപകൽപ്പന ചെയ്യാൻ പറ്റിയ അന്തരീക്ഷമുണ്ടായിരുന്നു. ഇന്ന് കാലം മാറിയപ്പോൾ ഇപ്പോൾ മകൻ ആരെ കെട്ടണമെന്ന് തീരുമാനിച്ചിട്ട് മകൻ തന്നെയാണ്. മകളുടെ ഭർത്താവ് ആരാവണം എന്ന് തീരുമാനിക്കുന്നതും ഏറെക്കുറെ വിദ്യാഭ്യാസമുള്ള കുടുംബത്തിലൊക്കെ മകളാണ്. അവർ കണ്ടെത്തുന്നതോ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന, ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, ഒരേ പ്രൊഫഷൻ സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ തമ്മിൽ എടവാട എടി പോടി എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ തമ്മിലാണ് കല്യാണം നടക്കുന്നത്. അത് എതിർത്തിട്ട് കാര്യമൊന്നുമില്ലാത്തത് കൊണ്ട് വാപ്പമാര് സമ്മതിച്ചു കൊടുക്കലാണ്. കാരണം അവന് കണ്ടതിന് അവൻ ഇഷ്ടപ്പെട്ടു, എന്നാൽ അത് നടന്നോട്ടെ, ഇനിയിപ്പോൾ അതിനൊരു പൊല്ലാപ്പ് വേണ്ട എന്നുള്ള നിലക്ക് അത് അംഗീകരിച്ചു കൊടുക്കും. ഒന്നും ചെയ്യാനില്ലാത്ത, പിന്നെ കല്യാണം നടത്താനാണെങ്കിലൊക്കെ ഇവന്റ് മാനേജ്മെൻറ്റ് പോലെ കാറ്ററിംഗ് സർവീസുകളുണ്ട്, സ്വീകരിക്കാൻ വരെ
താലപ്പൊലിയേന്തിയ പെൺകൊടിമാരുടെ സേവനം ലഭ്യമാണ് ഇപ്പോൾ. ഭക്ഷണം വിളമ്പിക്കൊടുക്കാനും വേസ്റ്റ് എടുക്കാനും ഒക്കെ കാശുണ്ടെങ്കിൽ ആളുകളെ കിട്ടുന്ന സുഖകരമായ ഒരു ജീവിത അവസ്ഥ. അങ്ങനെ മകന് കണ്ട് ഇഷ്ടപ്പെട്ട് അവൻ പറഞ്ഞതിന് കല്യാണം നടത്തിക്കൊടുത്തു. വിവാഹത്തിൻ്റെ മുമ്പേ അവർ മണിക്കൂറുകളോളം സംസാരിച്ച് ഉള്ളു തുറന്നിരിക്കുന്ന ആളുകൾ ചാറ്റിങ്ങിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും മൊബൈലിലൂടെയൊക്കെ സംസാരിച്ച് ഇനി തുറക്കാൻ അധികമൊന്നും ബാക്കിയില്ലാത്ത അത്രയും അടുത്ത് കഴിഞ്ഞിട്ടാണ് വിവാഹം നടക്കുന്നത്. എന്നിട്ട് ആ വിവാഹത്തിൽ പൊട്ടലും ചീറ്റലും ഉണ്ടാകുന്നു, പണ്ടില്ലാത്തതിനേക്കാളും കൂടുതൽ. പണ്ട് കാണാത്ത അറിയാത്ത ആളുകൾ തമ്മിൽ നടന്ന വിവാഹത്തിലുണ്ടായിരുന്ന സ്നേഹവും കാരുണ്യവും എല്ലാം കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും പരിചയപ്പെട്ടും നടത്തുന്ന വിവാഹ ബന്ധങ്ങളിൽ ഇല്ലാതായി പോകുന്ന ഒരു ദുരന്തം മുസ്ലിങ്ങളിൽ മാത്രമല്ല. വനിതാ കമ്മീഷൻ അധ്യക്ഷ പുറത്തുവിട്ട കണക്ക് പ്രകാരം എല്ലാ വിഭാഗത്തിലും കുടുംബ കോടതികൾ കേസ് കെട്ടിക്കിടക്കുകയാണ്. മുസ്ലിം സമൂഹത്തിലാണ് കേസിന് അല്പം കുറവുള്ളത്. അത് കോടതി വേണ്ടാതെ തന്നെ അവർക്ക് തീരുമാനിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് എന്നാണ് അവർ അതിന് പ്രതികരിച്ചിട്ടുള്ളത്. കാരണം കാവ്യ മുഖേന 2 സാക്ഷി മുഖേന ചെയ്യാവുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട്. എന്താണ് ഇത്രയും വലിയ ജീവിത സൗകര്യത്തിൻ്റെ നടുവിൽ ജീവിക്കുമ്പോഴും കുടുംബരംഗത്ത് ശിഥിലതയും പൊട്ടലും ചീറ്റലും ഉണ്ടാകുന്നത് എന്ന ഒരു ശാന്തമായ ചിന്ത, അതാണ് ഇത്തരണത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് പച്ചയായ സ്നേഹമുള്ള ഒരു കുടുംബം. പക്ഷേ പലർക്കും ലഭ്യമല്ലാത്തതും മനസ്സിൽ ഉരുകിത്തീരുന്നതും പ്രയാസകരമായ ജീവിതത്തിൽ ഓരോ ദിനവും തള്ളി നീക്കുന്നത് ഒരു ദുസ്സഹമായി തീരുകയും ചെയ്യുന്ന ഒരു കാലത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്താണ് ഈ ഒരു പരുവത്തിലേക്ക് മാറിയത് അല്ലെങ്കിൽ നമ്മെ മാറ്റിയത്? ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലേറ്റവും വലുത്, നമ്മൾക്കറിയാം, നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ നാട്ടിലെ ആളുകൾ മതപരമായി അവിടെ സ്വത്വം രൂപീകരിച്ചിരുന്നത് അല്ലെങ്കിൽ മതപരമായി അവരുടെ ബോധം നേടിയെടുത്തിരുന്നത് നാട്ടിലെ വയലു പരമ്പരകളായിരുന്നു. കൊയ്തൊഴിഞ്ഞ പാടത്ത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വയലു പരമ്പരകൾ. MT അബ്ദുറഹ്മാൻ മൗലവി വാഴക്കാട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ ഫലമാണ് മഹല്ലിന് മാറ്റമുണ്ടായത് എന്ന് അദ്ദേഹത്തിൻ്റെ മരണശേഷം അനുസ്മരണക്കുറിപ്പ് എഴുതിയ ആളുകളിൽ നിന്ന് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. സെയ്ദ് മൗലവിയൊക്കെ അങ്ങനെ ഓരോ നാട്ടിൽ പോയി പ്രസംഗം നടത്തിയ ആളുകളിൽ മാറ്റമുണ്ടാക്കിയിട്ട് മനസ്സ് മാറി, ആളുകൾ മാറി, അവിടെ കൂട്ടമായ മാറ്റത്തിന് ഹേതു. അത് ഒരു മനുഷ്യൻ്റെ മറ്റ് വിഭാഗങ്ങളുടെ വാല്യൂ ഒക്കെ കേട്ടിട്ടൊരു പരലോക ബോധം ഉണ്ടാക്കാൻ അന്നത്തെ തലമുറക്കത് സാധ്യമായിരുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ അത്തരം വയലുകൾ തന്നെ നാട്ടിൽ അസ്തമിച്ചു പോയി. നിങ്ങളാൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വയലിനൊന്നും ഒരാളെ ഇപ്പം നമ്മളെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചാൽ കിട്ടൂലല്ലോ. ഇനി മാത്രമല്ല, ഇങ്ങോട്ട് വിളിക്കൂല. അപ്പം എന്നെ ഈ ക്യാമ്പിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ക്യാമ്പിൽ മൂപ്പര് വേണ്ട, മൂപ്പര് കഴിഞ്ഞ പ്രാവശ്യം വന്നല്ലേ എന്നാ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെയും നോക്കാം. കാരണം വിളിക്കണം ഞാനും പറയാം, എന്താ ഞാൻ കഴിഞ്ഞപ്പാടെ വന്നിട്ടല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ ഇന്നണ്ട് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കും. കാരണം എല്ലാവരുടെ അടുത്തും മരുന്ന് കുറവാണ്. അപ്പോൾ പിന്നെ മെനക്കെടാനാവാത്തത് കൊണ്ട് തൽക്കാലം ഒരു വെടിക്കുള്ള ഉണ്ടി മരുന്നുമായി ആളുകൾ നടന്ന് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. അതിലൂടെ മതബോധം രൂപപ്പെടുത്തിയെടുത്ത ഒരു പഴയ തലമുറ ഇന്ന് അത്തരത്തിലുള്ള മതബോധനത്തിനുള്ള രീതിശാസ്ത്രം എന്താണ്? അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ സംഭവിക്കുന്ന ഒരു സംഗതി എന്താ?
പുതിയ തലമുറയുടെ ജീവിത രീതി ക്രമപ്പെടുത്തുന്നത് മതപരം അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മലയാളത്തിൽ ഖുതുബ നടത്തുന്ന ഒരു മഹല്ല്, കാരണം 45-50 കൊല്ലം മുമ്പ് വരെ മലയാളത്തിൽ ഖുതുബ നടക്കുന്ന ഒരു മഹല്ലിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചുപോയി. പെൺകുട്ടിയെ കെട്ടിച്ചത് ഇപ്പോൾ പൊതുവെ അങ്ങനെ ഉണ്ടല്ലോ, സംഘടനയൊന്നും ആളുകൾ പൊതുവെ നോക്കാത്ത, കുട്ടിക്ക് നല്ല തൊലിവെളുപ്പുണ്ടെങ്കിൽ ഏറെക്കുറെ കല്യാണം വരാൻ പ്രയാസമില്ലാത്തൊരു കാലമാണ്. തൊലി അല്പം ഡിമ്മാണെങ്കിൽ പിന്നെ എന്തൊക്കെ ഉണ്ടായാലും വരാൻ പ്രയാസമാണ്. അത് രണ്ടും ഇപ്പോൾ കാലത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരു കാലത്ത് നല്ല പണ്ടവും പണവും കൊടുത്തിരുന്നെങ്കിൽ കെട്ടാൻ ആളുകൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ അതിനും ആളുകളൊന്നുമില്ല. കുട്ടി കാണാൻ സൗന്ദര്യമുണ്ടെങ്കിൽ കെട്ടാൻ ആളുകൾ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സുന്നി കുടുംബത്തിലേക്ക് ആ പെൺകുട്ടിയെ കെട്ടിച്ചു. കുട്ടി കല്യാണം കഴിഞ്ഞ് വന്ന് സുബൈ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ കുനൂത്ത് ഓതാത്തപ്പോൾ അമ്മായിമ്മ ചോദിച്ചു, അല്ലെങ്കിൽ കുനൂത്ത് ഓതല്ലേ എന്ന് ചോദിച്ചു. ഓൾ ആ സംഗതി കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. കാരണം ഓള് ജനിക്കുന്നതിനൊക്കെ മുമ്പേ മുജാഹിദ് മഹല്ലായ ഒരു മഹല്ലിൽ കുനൂത്ത് കേൾക്കാനും സാധ്യതയില്ല, പഠിക്കാനൊട്ടും സാധ്യതയില്ല. അവൾക്കത് ആവശ്യവും വന്നിട്ടില്ലല്ലോ. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചൊരു ചോദ്യം, എനിക്ക് ഖുർആൻ ഓതാൻ അറിയുമെന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഞാൻ പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ചിരുന്നു, ഇപ്പം അത് ശരിക്കും കിട്ടൂല എന്നാണ്. കാരണം നമുക്ക് മരിച്ചെടുത്ത് ഓതണ്ട, വെള്ളിയാഴ്ച കേഫ് ഓതിന് അത്ര പ്രാധാന്യമില്ല, വെറുതെ ഓതിയിട്ടൊരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് പിന്നെ ആ കുട്ടി അതിന് മെനക്കെട്ടിട്ടില്ല. ഒന്നാം സൽക്കാരത്തിന് കൊണ്ടുവന്നിട്ട് പോലും പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് വേണ്ടാന്നാണ്. ഇടപെടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് എന്നോട് വിളിച്ചത്. ഞാൻ പറഞ്ഞു, സാധാരണ സർവീസ് കയറിയ ആളുകൾക്ക് കോഴ്സ് പാസ്സാവാൻ അവധി നീട്ടിക്കൊടുക്കാറുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഒരു കൊല്ലോ 6 മാസമൊക്കെ അവധി വെച്ചിട്ട് നെറ്റ് മുഖേനയോ അല്ലെങ്കിൽ CD മുഖേനയൊക്കെ ഖുർആൻ പഠിച്ചോട്ടെ. പഠിച്ചു മറന്നതാണല്ലോ, ഓർമ്മിപ്പിച്ചെടുക്കാൻ പ്രയാസം ഉണ്ടാവില്ല. ഏതായാലും രണ്ടും തീർപ്പാവാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ രണ്ടും രണ്ടായി ജീവിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണോ? ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. കാരണം വിവാഹ രംഗത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആരും മതം ചോദിക്കാറില്ല. കാരണം ചോദിക്കാൻ ഒരു 45ന്റെ പരിസരത്തുള്ള ആളുകൾക്കൊന്നും അങ്ങനെ ചോദിക്കാനുള്ള ഗഡ്സുമില്ല. അതുകൊണ്ട് മതം എന്നുള്ള ഒരു സംജ്ഞയോ മതപരമായ ആദർശത്തിൻ്റെ ജീവിതമോ വിവാഹത്തിൻ്റെ വേദികളിൽ കയറി വരുന്നില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇനി അതുമാത്രമല്ല, പണ്ട് നാട്ടിൽ ആളുകൾക്ക്, നമ്മളൊക്കെ മക്കളായിരുന്ന, നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് മാതൃകായോഗ്യരായ ആളുകൾ നാട്ടിലുണ്ടായിരുന്നു. അവരെല്ലാവർക്കും ഒരു പേടിയും ബഹുമാനവും, അവരുടെ ജീവിതം ആളുകൾക്കൊരു മാതൃകയും. വീട്ടിലെ കാരണവന്മാരും വല്ലിപ്പമാരും പിതാക്കളും ഒക്കെ മക്കൾക്ക് മതത്തിന് പിൻബലം നൽകുന്ന, പിന്തുണ നൽകുന്ന ജീവിതം അവർക്കുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെയും കുട്ടികൾ ഒരു മതബോധം രൂപപ്പെടുത്തുമായിരുന്നു പഴയ കാലത്ത്. പറയാതെ തന്നെ അതിനൊരു പേടിയും മത നിയമങ്ങളുള്ളൊരു ബഹുമാനവും അതൊക്കെ ആർജിച്ചെടുക്കാൻ പറ്റിയ ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പോയി. ആരെ കണ്ടുകൊണ്ടാണ് ആളുകൾ മതബോധം രൂപപ്പെടുത്തുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ജോലി ചെയ്തിട്ടിരിക്കുന്ന ഒരു ഗൈനക്കിൻ്റെ ഡോക്ടർ ഖദീജ മുംതാസ്. പലർക്കും വ്യക്തിപരമായി തന്നെ അനുഭവം ഉണ്ടാവും. ആ ഖദീജ മുംതാസിൻ്റെ ഒരു പുതിയ പുസ്തകമുണ്ട്, ദൈവമല്ല ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്. വായിച്ചവരുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ. കുറേ കാലത്തെ ചികിത്സാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പുസ്തകമാണ്. മെഡിക്കൽ കോളേജിൻ്റെ ജീവിതത്തിനിടയിൽ 10-20 കൊല്ലക്കാലത്തിനിടയിൽ അനുഭവിച്ച കുറേ ചികിത്സാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു ചെറിയ പുസ്തകം. അതിൽ ഖദീജ മുംതാസ് പറയുന്നുണ്ട്, 15 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി 5 മാസത്തോളം ഗർഭിണിയായി അലസിപ്പിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. അവിഹിത ഗർഭമാണ്, കുടുംബത്തിന് പേരുദോഷമുണ്ടാക്കുന്നതാണ്,
അതുകൊണ്ട് ഇത് അലസിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ് വാപ്പയും ഉമ്മയും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. അപ്പം 5 മാസമായപ്പോൾ അലസിപ്പിക്കുന്ന പ്രായം കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത്തരം ഒരു കുടുംബത്തിന് മാനഹാനി ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. വിദഗ്ധ പരിശോധന നടത്തിയപ്പോൾ ഈ പെൺകുട്ടിയുടെ ഹൃദയവാൽവിന് തകരാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഉപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേ അപകടം, ഈ പെൺകുട്ടിയും ചിലപ്പം മരിച്ചു പോവും, ഇത് ഇനി അലസിപ്പിക്കാൻ തിരിഞ്ഞാൽ. ഏതായാലും 5 മാസങ്ങൾ ഇങ്ങനെ ഈ അപമാനം സഹിച്ച് നിന്നില്ലേ, ഇനിയൊരു 5 മാസം കൂടി നിന്നാൽ അതാണ് പ്രസവിച്ചോളും, അതാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജിലെ കൗൺസിലിംഗ് വിങ്ങിൻ്റെ സഹായത്തോടു കൂടി ഈ ഉപ്പയോട് വിശദമായി സംസാരിച്ചപ്പോൾ ഉപ്പ പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഡോക്ടറെ, അതിനെപ്പോൾ ആണ് ഞാൻ പോറ്റിക്കോളാം, അത് പോറ്റാനുള്ള കാശൊക്കെ അന്ന് എനിക്ക് നൽകിയിട്ടുണ്ട്, ഒരു കുട്ടിയും കൂടി കൂടുന്നല്ലേ ഉള്ളൂ, ഞാനാണ് പോറ്റിക്കോളാം. പിന്നെ ഇപ്പം ജനങ്ങൾ പറയും, ജനങ്ങൾ ഏതായാലും പറയല്ലോ, ജനങ്ങൾ ഇനിയിപ്പോൾ ജ്യൂസ് അടിച്ച് കളഞ്ഞാലും ജനം പറയും അത് ജ്യൂസ് അടിച്ച പെൺകുട്ടിയാന്ന് പറയും, അതേതായാലും പറയും, അതിപ്പോൾ ഞാൻ പ്രശ്നമാക്കുന്നില്ല, അങ്ങനെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഇയാൾ പറഞ്ഞു, എങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്യാൻ ഞങ്ങൾക്ക് പോവട്ടോ. പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി റൗണ്ട്സിന് പോകുമ്പോൾ ഈ കുട്ടിയുടെ ഉമ്മ പറഞ്ഞല്ലോ, ഡോക്ടർ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, ഇത് അലസിപ്പിക്കാതെ ഞാൻ ഇവിടുന്നാണ് പോവില്ല, ഞാൻ ഇവിടുന്ന് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, അല്ല നിങ്ങൾ ഉമ്മയല്ലേ, 2-3 പ്രസവിച്ചൊരു പെണ്ണല്ലേ നിങ്ങൾ, 5 മാസം പ്രായമായ ഒരു ഗർഭസ്ഥ ശിശുവിനെ അലസിപ്പിച്ച് കളയണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ നിങ്ങളുടെ കുട്ടി മരിക്കാൻ കാരണമാകും എന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ മനസ്സ് അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പോൾ മരിക്കാണി മരിച്ചോട്ടെ, എന്നാൽ എൻ്റെ മകൾ മരിച്ചു എന്ന് എനിക്ക് സമാധാനിക്കാലോ, എൻ്റെ മകളെല്ലാം മരിച്ചുപോയി അങ്ങനെ സമാധാനിക്കാലോ എനിക്ക്, എന്നാലും ഇത് ചെയ്യാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അപ്പോൾ വീണ്ടും ഡോക്ടർ ചോദിച്ചു, അല്ല വാപ്പ പൊതുരംഗത്തിറങ്ങുന്ന മനുഷ്യനാണ്, നാട്ടിലും ആളുകൾ കൂടുന്നിടത്തൊക്കെ ഇടപെടുന്ന വാപ്പാക്ക് ഇത് സഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്താ സഹിക്കായ്മ, നിങ്ങൾ അകത്തിരിക്കുന്ന പെണ്ണല്ലേ, നിങ്ങളോടൊപ്പം ആരും ചോദിക്കാനൊന്നും വരില്ലോ, 1-2 വട്ടമൊക്കെ ചോദിച്ചാൽ പ്രശ്നം തീരൂലേ. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു പോലും, അത് തന്നെയാണ് ഡോക്ടറെ പ്രശ്നം, ഈ ഗർഭത്തിന് ഉത്തരവാദി വാപ്പയാണ്. അവിടെയാ പ്രശ്നം. ചെറിയ കുട്ടിക്ക് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആയപ്പോൾ ഞാൻ ആസ്പത്രിയിലായപ്പോൾ വാപ്പയ്ക്ക് കൂട്ടും മകളുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നതാ. ആ ഇടവേളയിലാണ് ഈ ദുരന്തം സംഭവിച്ചത്. ഈ കുട്ടിയെ ഞാൻ എന്ത് പേരിൽ പോറ്റും? ഇത് പ്രസവിച്ച് ഭൂമിയിലേക്ക് വന്നാൽ ഞാൻ എന്താണ് ഈ കുട്ടിക്ക് വിളിക്കുന്ന പേര്? എൻ്റെ ഭർത്താവിന് എൻ്റെ മകളിലൂടെ ഉണ്ടായ കുഞ്ഞ് എന്ന് അഭിസംബോധന ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഞാൻ അതിനെയും ജ്യൂസ് അടിച്ചു കളഞ്ഞു എന്ന് ഖദീജ മുംതാസ് ബാക്കി വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരെയാണ് ഇന്ന് മാതൃകയാക്കേണ്ടത്? വാപ്പ മക്കൾക്ക് ദീനിന്റെ വിഷയത്തിൽ മാതൃകയാണോ? ദീനിന്റെ നടപടിക്രമങ്ങൾ മക്കളോട് പറയാനുള്ള ആർജവം മാതാപിതാക്കൾക്കുണ്ടോ? പറഞ്ഞാൽ അത് കേട്ടിരിക്കാൻ പറ്റിയ രൂപത്തിൽ മക്കൾ ആയിട്ടുണ്ടോ? അതല്ല, ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് തിരിച്ചു പറയാൻ ശകാരങ്ങൾ നമ്മിലേക്ക് അതിൻ്റെ ശരങ്ങൾ വരുമോ? ഇവിടെയാണ് ഈ സമൂഹം ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പ്രതിസന്ധി. എന്ന് പറഞ്ഞാൽ മതം ജീവിതത്തിൽ ഇടപെടുകയോ മാതൃകാപരമായൊരു ജീവിതം നയിക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ സാധാരണ പറയാറുണ്ടല്ലോ, മക്കള് കേട്ട് പഠിക്കുകയല്ല കണ്ടു പഠിക്കുകയാണ് എന്നാണ്. അപ്പൊ പിതാക്കളിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുമ്പോൾ മക്കൾ സ്വാഭാവികമായും അതിൽ നിന്നും ഭിന്നമായ കാഴ്ചപ്പാടും നമ്മൾ വളർന്ന ചുറ്റുപാടും സാഹചര്യത്തിലുമല്ല അവർ വളർന്നത് എന്നതും ഒരു പ്രശ്നമാണ്. തമാശയായിട്ട് പറയാറുണ്ട്, ഒരു സ്ത്രീയുടെ പ്രസവം കഴിഞ്ഞപ്പോൾ കുഞ്ഞിങ്ങനെ കൈ മുറുക്കി പിടിച്ചിരിക്കുകയാണെന്നാണ്, ഈ കൈ തുറക്കുന്നില്ല. അപ്പോൾ അവർ ഡോക്ടറോട് ചോദിച്ചു പോലെ, എന്താ ഈ കുട്ടിൻ്റെ കൈ തുറക്കാത്ത ഡോക്ടറെ എന്ന് ചോദിച്ചോളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സാരല്ല, ചെറിയ കുട്ടിയല്ലേ, തുറന്നോളൂ, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യിച്ച് അത് തുറക്കാം. ചിലപ്പോൾ അത് തുറക്കേണ്ട ആവശ്യം ഇപ്പം ഇല്ലല്ലോ, കാരണം കൈ കൊണ്ട് ജോലി ചെയ്യാനായിട്ടില്ലല്ലോ, ഇപ്പം മുലപ്പാൽ കുടിച്ച് വളരുന്ന പ്രായമല്ലേ.
കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഈ കുഞ്ഞിനെ അവർ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നു എന്നാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ പലതും അന്വേഷിച്ച കൂട്ടത്തിൽ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിച്ചല്ലോ കുട്ടിൻ്റെ വാപ്പാനോട്. അപ്പോൾ വാപ്പ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ജോലിയൊന്നുമില്ല, കാര്യമായിട്ടൊരു ജോലിയൊന്നുമില്ല. അല്ല, കാര്യമായിട്ടൊരു ജോലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കണ്ടേ, ഇപ്പം ഈ കുട്ടിനെയും ഭാര്യനെയൊക്കെ പോറ്റണ്ടേ നിങ്ങൾ. അപ്പം ഇങ്ങനെ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കിങ്ങനെ അല്ലറ ചില്ലറ പോക്കറ്റ് അടിക്കുക, ബസ് സ്റ്റാൻഡിൽ പോയിരുന്നിട്ട് ആളുകളെ അലസഭാവത്തിൽ അവരിൽ നിന്ന് കാശ് സ്വയത്താക്കുക, അതിപ്പോൾ ഒരു ജോലി എന്ന് പറഞ്ഞൂടല്ലോ, ഒരു സ്ഥിരം വരുമാനമുള്ള ജോലിയൊന്നുമല്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ കിട്ടിയാൽ അങ്ങനെ പോക്കറ്റ് അടിക്കുന്നല്ലാതെ അങ്ങനെ ജീവിച്ച് പോകാൻ ഡോക്ടറെ എന്ന് പറഞ്ഞോളൂ. അതാ പരിപാടി എന്ന് ചോദിച്ചോല്ലോ. അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഡോക്ടർ കഴുത്തിലുള്ള സ്വർണ്ണ ചെയിൻ എടുത്തിട്ട് ഈ കുട്ടിനെ ഇങ്ങനെ വീശി കാണിച്ചു കൊടുത്തു. അപ്പൊ ആ കുട്ടി കൈ കെട്ട് നിവർത്തിയാണ്. അപ്പൊ എന്താ വെച്ചാൽ ലേബർ റൂമിൽ നിന്ന് നേഴ്സിന്റെ മോതിരം മോഷ്ടിച്ച് പോകുന്ന ആ കുട്ടി, കാരണം ബാപ്പാന്റെ പാരമ്പര്യം ഇതാണ്, അല്ലറ ചില്ലറ മോശമായിരുന്നു. അപ്പൊ കുട്ടി എന്താ, ലേബർ റൂമിൽ നേഴ്സിന്റെ സ്വർണ്ണമോതിരം അത് മോഷ്ടിച്ച് മുറുക്കി പിടിച്ചതാ. ആ പിടുത്തം പിന്നെ കുട്ടി വിട്ടിട്ടില്ല. പിന്നെ അതിനേക്കാൾ വലിയ സ്വർണ്ണ ചെയിൻ ഇങ്ങനെ ആട്ടിക്കൊടുത്തേണ്ടപ്പോ എന്ത് ചെയ്തു, ഇതും പിടിച്ചു തീർക്കണ്ടല്ലോ, അതിനും വലുതാ കാണുന്ന വെച്ചപ്പോ അതിന് പിടിച്ചു എന്നാണ് കഥയായി പറയാറുള്ളത്. ഇതാണ് ഈ സംസ്കാരം പകർന്നു വരുമ്പോഴുണ്ടാകുന്നത്. നമ്മെ കണ്ടുകൊണ്ട്, നമ്മുടെ പെരുമാറ്റം കണ്ടുകൊണ്ട്, നമ്മുടെ ഇടപാടുകൾ കണ്ടുകൊണ്ട് ജീവിതത്തിൽ മക്കൾ മതം എന്താണ് എന്ന് പഠിച്ചെടുക്കാൻ മദ്രസയിൽ പോകാത്ത സാഹചര്യത്തിലും സാധ്യമാണോ? അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മദ്രസയിൽ ഇപ്പൊ എന്താ കിട്ടുന്നത് എന്നിപ്പോ നമ്മൾ പറയേണ്ടതില്ല. മറിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിലിനെ അറുക്കണം എന്ന് കൽപ്പിക്കുന്ന രംഗം മകനോട് അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ മകൻ പറയുന്നുണ്ടല്ലോ, ഉപ്പ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് നിങ്ങൾ പ്രവർത്തിച്ചേക്കുക, ശാന്തനായി സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. ചെറിയ ഒരു കുട്ടി അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ പറയുമ്പോഴേക്ക് ഈ കുട്ടി പ്രതികരിക്കാതെയും പ്രതിഷേധിക്കാതെയും അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്നെ കാണാം എന്ന് പറയുന്ന ഒരു സംഗതി വിശുദ്ധ ഖുർആനിൽ ഒരു പിതാവിൻ്റെ മരണസമയം ചിത്രീകരിക്കുന്നുണ്ട്. സൂറത്ത് ബഖറയിൽ മരണസമയത്തെ ചിത്രീകരിക്കുന്ന സമയത്ത് മക്കൾ ചുറ്റും കൂടി നിൽക്കുന്നു. ആ ചുറ്റും കൂടി നിൽക്കുന്ന സമയത്ത് മക്കളോട് ഉപ്പ ചോദിക്കുന്ന ഒരു ചോദ്യം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്, മാ തഅബുദൂന മിൻ ബഅദി. മക്കളെ, വാപ്പ നബി ആയിരുന്നു, നബിയായ വാപ്പ ഇതാ മരിക്കാൻ പോവാണ്, ഇനി നിങ്ങൾ ആരെ വിളിച്ച് ഇബാദത്ത് ചെയ്യും? നിങ്ങൾ ആർക്കാണ് ഇബാദത്ത് ചെയ്യുക? കാരണം വാപ്പാനെ പറയിപ്പിക്കണ്ട, വാപ്പാക്കൊരു പേര് ദോഷം ഉണ്ടാക്കണ്ട എന്നുള്ളവർക്ക്, വാപ്പ നബിയൊക്കെ ആവുമ്പോൾ എങ്ങനെയപ്പോൾ നമ്മൾ എങ്ങനെ ആവുക എന്നുള്ളവർക്ക് നിൽക്കുകയാണെങ്കിൽ വാപ്പാന്റെ കാലം കഴിയാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാമെങ്കിലും ജീവിക്കാം, പക്ഷെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? മക്കൾക്ക് രണ്ടാലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഖാലു നഅബുദു ഇലാഹക, നിങ്ങളുടെ ഇലാഹിനെയും പൂർവീക പിതാക്കളുടെ ഇലാഹിനെയും ഒക്കെ തന്നെ ഉപ്പ ഞങ്ങൾ ആരാധിക്കുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ ആ പടച്ച റബ്ബിന് കീഴൊതുങ്ങിയിട്ടുണ്ട് എന്ന് ആ മക്കൾ ഉത്തരം പറയുമ്പോൾ ശാന്തമായി കണ്ണടച്ചു പോകുന്ന ഒരു പിതാവിൻ്റെ രേഖാചിത്രം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര മരണത്തിന് സാക്ഷിയായിട്ടുണ്ട്. മരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും ആരൊക്കെ മക്കളുണ്ട്? എല്ലാ മക്കളും അടുത്തുണ്ടായിരുന്നു. ഞാൻ അപ്പം പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ, ഞാൻ ഇല്ലാത്തവനെ ഇല്ലാന്നറിയില്ല, ക്ഷീണായതുകൊണ്ടോ പറയും ഞാൻ അപ്പം നമ്മൾ അങ്ങാടിക്ക് ഇറങ്ങിയതായിരുന്നു, അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞും ചെയ്തു എന്നറിയും. അവിടെ എല്ലാ മക്കളും അടുത്തുണ്ടായിട്ട് ഈ വാപ്പ മക്കളോട് ചോദിച്ചിട്ടുണ്ടോ, മക്കളെ നിങ്ങൾ എൻ്റെ ശേഷം ഏത് പാതയിലാണ് നിങ്ങൾ നീങ്ങുക? ഇസ്ലാമിന്റെ ഈ പാതയിൽ തന്നെ നിങ്ങൾ നീങ്ങും എന്നൊരു ഉറപ്പ് വരുത്തി ശാന്തമായി സായുജ്യമടഞ്ഞ് കണ്ണടക്കാൻ സ്വത്ത് ഓഹരി വെക്കുന്നതിനെ കുറിച്ച് വാപ്പ പറഞ്ഞിട്ടുണ്ടാവും, കെട്ടിക്കാനുള്ള മകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാവും, പലതും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ അതിനെന്ത് വേണം? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പിതാവ് എന്നുള്ള നിലക്ക് ചെയ്യേണ്ടുന്ന ഇന്നത്തെ ധർമ്മം എന്താ? ഇന്നിപ്പോ നമ്മൾ ചെയ്യലെന്താ?
പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്ന കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ എഴുതി തീർന്ന മഷീദ പില്ലർ വാപ്പാക്ക് കാണിച്ചു കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ടോ എങ്കിലേ അടുത്ത 30 പൈസന്റെ റീഫില്ലർ വാങ്ങിത്തരിക. എന്നാൽ തന്നെ ചിലപ്പോൾ 2-3 ദിവസം കഴിയണം ചിലപ്പോൾ കിട്ടണമെങ്കിൽ. അതുവരെ പെൻസിൽ കൊണ്ട് എഴുതേണ്ടി വരും. അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്ന ഒരു തലമുറയുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? April, May മാസത്തിൽ തന്നെ സ്കൂൾ ബസാർ എല്ലായിടത്തും സജീവമാണ്. ഒരു കെട്ട് നോട്ട് പുസ്തകവും അത് പൊതിയാനുള്ള പേപ്പറും പിന്നെ അതുപോലെ തന്നെ പെൻസിലും പേനയൊക്കെ ഓരോ കുറ്റിങ്ങോട്ട് വാങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചാണ് പോവാണ്. എന്തിന്? ഞാൻ ഏതായാലും കഷ്ടപ്പെട്ട മക്കൾ കഷ്ടപ്പെടണ്ടെന്ന് കരുതിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു നോട്ട് പുസ്തകം അല്ലാതെ കഷ്ടപ്പെട്ട് പഴയ നോട്ട് പുസ്തകം തുന്നിപ്പറിച്ച് പേജ് പറിച്ച് കെട്ടിക്കുട്ടി ഉണ്ടാക്കി നോട്ട് പുസ്തകം ഉണ്ടാക്കിയാണ്, അല്ലെങ്കിൽ പേനല്ലാഞ്ഞിട്ട് പെൻസിൽ കൊണ്ട് എഴുതിക്കണം. അങ്ങനെ നിന്റെ കുട്ടി കഷ്ടപ്പെടരുത് ആൾക്ക്. എത്ര നോട്ട് പുസ്തകം വേണമെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, എത്ര ആവുന്നില്ല, ഒക്കെ ഒരു കെട്ടാണ് വാങ്ങിയേക്കുക. അതുകൊണ്ട് തന്നെ ഒരു പേന പോയി ഓൻ പറയല്ലോ, അടുത്ത പേന എടുത്ത് പോകും, ഓന് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇത് അടുത്ത തീരണ്ടേ. ഇതാണ് നമ്മൾ ഇപ്പൊ ചിന്തിക്കുന്നത്. മക്കൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിൽ ഒരു പിതാവും പിന്നിലല്ല. എന്നാൽ മക്കൾ പഠിക്കേണ്ടതും അറിയേണ്ടതുമായ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് രക്ഷിതാവിന് ബോധ്യമുണ്ടോ? ശാരീരികമായി തൻ്റെ കുട്ടിയുടെ പുഷ്ടി ഏതൊരു രക്ഷിതാവിൻ്റെയും പരമപ്രധാനമായ ലക്ഷ്യമാണ്. നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല ജീവിത രീതി, നല്ല വിദ്യാഭ്യാസം, അതൊക്കെ ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കും. പക്ഷെ തൻ്റെ കുട്ടിയുടെ മാനസിക ആരോഗ്യം ധന്യമാണോ? മെന്റൽ ഡിപ്രഷൻ വരുമ്പോഴോ മാനസികമായി പതറിച്ച വരുമ്പോഴോ ഉള്ള അവസ്ഥയല്ലേ ഞാൻ സൂചിപ്പിക്കുന്നത്. ആരോഗ്യം എന്ന് പറയുന്ന രോഗമില്ലാത്ത അവസ്ഥക്കാണല്ലോ. മനസ്സിന്റെ ആരോഗ്യം നിലനിർത്താൻ ഒരു പിതാവ് എന്താണ് ചെയ്തത്? 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അതേ ക്ലാസ്സിലെ മറ്റേ കുട്ടിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുക, പരീക്ഷയിൽ തോൽക്കുമ്പോൾ കുട്ടികൾ കടുങ്കൈ ചെയ്യുക, ചീത്ത പറയുകയോ ശകാരിക്കുകയോ ചെയ്യുമ്പോഴേക്ക് നാട് വിട്ടു പോവുക. അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നതുകൊണ്ട് ആരും ഒന്നും പറയാറില്ല. ചാനൽ മാറ്റുമ്പോഴോ വണ്ടി വാങ്ങിക്കൊടുക്കാതിരിക്കുമ്പോഴോ ഒക്കെ കുട്ടികൾ ചെയ്യുന്ന അനർത്ഥങ്ങൾ ആലോചിച്ച് അവരാവശ്യപ്പെടുന്നത് നിർവഹിച്ചു കൊടുക്കുന്ന ഒരു റോൾ മാത്രമാണ് ഇന്ന് മാതാപിതാക്കൾക്കുള്ളത്. ആലോചിച്ച് നോക്കൂ. മഹാനായ ഇബ്നുൽ ഖയ്യിം മാനസികാരോഗ്യത്തെക്കുറിച്ച് നന്നായി ചർച്ച ചെയ്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യന്റെ ഖൽബ് മഹ്ജൂബാവലാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം പറയുന്നുണ്ട്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ സുരക്ഷിതത്വമുള്ള ഒരു ഹൃദയമാണ് ഒരു മനുഷ്യന്റെ ജീവിത വിജയം. പ്രതിസന്ധികൾ പതറാത്ത, പരീക്ഷണങ്ങളിൽ ഒട്ടും പിന്നോക്കം പോവാത്ത, ജീവിതത്തിലെ അത്യാഹിതങ്ങളും അപകടങ്ങളും വരുമ്പോൾ സ്ഥിരതയോടുകൂടി പിടിച്ചു നിൽക്കാൻ കഴിവുള്ള മനസ്സിന്റെ കരുത്ത്. അത്തരത്തിലുള്ള ഒരു കരുത്തുള്ള ഒരു കുടുംബ രംഗം വളർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അത് എങ്ങനെ നമുക്ക് സാധ്യമായി തീരും? ആ സാധ്യമായി തീരുന്ന സംഗതികളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചനയിൽ കൊണ്ടുവരേണ്ടത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞല്ലോ, മനുഷ്യന്റെ ഐശ്വര്യമാണോ അൽ മാലു വൽ ബനൂന, സമ്പത്തും സന്താനങ്ങളും മനുഷ്യന്റെ ഐശ്വര്യമാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസായി വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറത്തി മിനൽ ദഹബി വൽ ഫിദ്ദ. മനുഷ്യന്റെ മൊത്തത്തിലുള്ള അവസ്ഥ അള്ളാഹു വിശദീകരിക്കുന്നതാണ്. ഏത്? കൂമ്പാരക്കണക്കിന് സ്വർണവും വെള്ളിയും, അതുപോലെ ലക്ഷണമൊത്ത കുതിരയും, അതുപോലെ മേത്തരം കൃഷികളും കന്നുകാലികളും, മക്കളും സ്ത്രീകളുമൊക്കെ മനുഷ്യൻ ഈ ദുനിയാവിലെ അലങ്കാരങ്ങളാണ്. അത് നേടിയെടുക്കാനുള്ള പടാപ്പാടാണ് മനുഷ്യന്റെ ഈ ലോകത്തെ ജീവിതം. വിശ്രമമില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ ലക്ഷ്യം വെക്കുന്ന പലതും നേടിയെടുക്കാനാണ്. ഇതിൽ നിന്ന് മുക്തമാവൽ എങ്ങനെയാണ്? സൂറത്ത് ഹുജറാത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ,
ഈമാൻ മനസ്സിന് പ്രിയങ്കരമാവുക. വസയ്യനഹു ഫീ ഖുലൂബിക്കും, ഹൃദയത്തിൽ മനസ്സിൽ ഈമാൻ ചമൽക്കാരം നൽകുക. ഇത് രണ്ടും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ സർവാത്മന സമർപ്പിക്കുന്ന യൗവനത്തിന്റെ നിത്യ ഹരിത യൗവനത്തിന്റെ പ്രതീകമായി മാറുന്നത്. അത്തരം ഒരവസ്ഥ ഇന്ന് നമുക്കുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ മതവും നമ്മുടെ ശിക്ഷണവും ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം നമ്മൾ കല്യാണം ചെയ്ത ആളുകൾ, നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ കല്യാണത്തിന് നിങ്ങളുടെ ഘടകം എന്തായിരുന്നു എന്ന് വെച്ചാൽ മതപരമായിരുന്നു എന്ന് ഉത്തരം പറയാൻ കഴിയുന്ന ഇത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഞാൻ അവിടെ മതം കണ്ട് കല്യാണം കഴിച്ചതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദീൻ കണ്ടതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വരനായി ഭർത്താവായി സ്വീകരിച്ചത് എന്നൊക്കെ ആൾക്ക് പറയാൻ കഴിയും. അന്ന് അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല, ഇപ്പൊ അങ്ങനെയാണ് കഴിഞ്ഞു, എന്നാലും അൽഹംദുലില്ലാ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് ആളുകൾ പറയാം. അന്ന് അങ്ങനെ ദീൻ നോക്കിയിട്ടൊന്നുമില്ല, എന്നാലും ദീനെതിരൊന്നുമില്ല, അങ്ങനെ നടന്നുപോയി എന്ന് പറയും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അങ്ങനെ അന്ന് നമ്മൾ ആലോചിച്ചില്ല എന്നുള്ളത് സംഭവം ശരി. എന്നാൽ ഇന്ന് എൻ്റെ മകളുടെ വിവാഹത്തിന് ഞാൻ പരിഗണിക്കുന്നത് ദീനിഹി, അവന്റെ മതത്തിൽ അവനെ സഹായിക്കുന്ന പങ്കാളിയാണ് മനുഷ്യന്റെ ധന്യമായ ഇണകളായി അള്ളാഹ് പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഒരു ലക്ഷ്യം നമുക്കുണ്ടോ? മകന് കല്യാണം ചെയ്യുമ്പോൾ മകന്റെ പരലോക വിജയത്തിന് ഉതകണം ഈ വിവാഹം എന്ന ആളുകൾക്ക് താല്പര്യമുണ്ടോ? മകളുടെ വിവാഹത്തിന് മകളുടെ പരലോക ജീവിതമാണ് ഞാൻ മുമ്പിൽ കാണുന്നത് എന്ന് മകളെ കെട്ടിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ആഗ്രഹമുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നില്ല? കാരണം ഇന്ന് നമ്മുടെ മുമ്പിലുള്ള സംഗതി എന്താ? നിങ്ങള് എങ്ങനെയൊക്കെ ജീവിച്ചാലും പണമുണ്ടെങ്കിൽ നാട്ടിൽ മാന്യത വിലക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു കാലമാണ്. ഓന് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഭരണവും ഒക്കെ അവന്റെ പിന്നിൽ വരും. മാത്രമല്ല മതപരമായി നമ്മുടെ ലാളിത്യവും എളിമയും ഒക്കെ ഒരു പോരാത്തരമായി ജീവിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യമാർക്ക് വേണ്ടി നിർമ്മിച്ച വീടുകൾക്ക് ഖുർആൻ നൽകിയ പേര് ഹുജറാത്ത് എന്നാണ്. ഹുജറത്തുൻ ജമ്മ ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് മലയാളം നല്ല പരിഭാഷ കൊടുക്കുക അറകൾ എന്നാണ്. അറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടും കണ്ണൂരിന്റെയും ഭാഷയിൽ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഒന്നാണ് അറ. വീട്ടിന്റെയും തേക്കിന്റെയും ഉരുപ്പടികൾ കൊണ്ട് കമനീയമായി അലങ്കരിച്ച് ലക്ഷക്കണക്കിനുള്ള വില വരുന്ന എല്ലാ സർവ ഫർണിഷിങ് ചെയ്തതാണ് അറ. അത് ഇന്നത്തെ ഭാഷയെ പറ്റില്ല. ഇന്ന് ചാള എന്നാണ് ശരിക്കും ഗുജറാത്തിന് പരിഭാഷപ്പെടുത്തേണ്ടത്. പഴയ നമ്മുടെ ഭാഷ അതാണ്. കാരണം ഭാഷകൾ മാറി വരുന്നുണ്ടല്ലോ. ഭാഷകളൊക്കെ മാറി വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ട് ഉഗ്രൻ ഗംഭീരം എന്നൊക്കെ ഉള്ളതിന് നമ്മളെ നാട്ടിൽ മുമ്പ് ഉപയോഗിച്ച പദം തന്നെയാണ് മരണപ്രസംഗം. ഇനിട്ടോ മുപ്പര പ്രസംഗം എന്നാ പറയാ. മരണ കല്യാണം എന്നൊക്കെ പറയും. മരണ കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ അടിയിൽ തിരക്കിലാരെയും മരിച്ചുപോയി നടത്തത്തിലൊന്നല്ലേ, ക്ഷേമമുള്ള കല്യാണമായിരുന്നു പറയണം. മരണ കല്യാണം, മരണപ്രസംഗം, മരണത്തീറ്റ എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ പറയുന്നത് എന്താ? ഇടിവെട്ട് മീൻകറി എന്നാ പറയാ. ഇടിവെട്ട് മീൻകറി എന്ന് പറഞ്ഞാൽ കിടിലൻ ബിരിയാണി. മലയാള ഭാഷയൊക്കെ മാറിപ്പോകുന്നതാണ്. കിടിലൻ ബിരിയാണി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കിടുകിടാ വറക്കുക എന്ന അർത്ഥത്തിനല്ല. അതൊക്കെ പദങ്ങൾ മാറി വരിക. അപ്പൊ പദങ്ങൾ മാറി വരുന്ന കൂട്ടത്തിൽ അറ എന്ന് ഇപ്പൊ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് നമ്മുടെ ഭാഷയിൽ വരുന്നതിൽ ഒരു 10 ലക്ഷം വിലയെങ്കിലും വരുന്ന അറകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട് എന്തായിരുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈത്തപ്പനയുടെ ഓല കൊണ്ട് മറച്ച, ഈത്തപ്പനയുടെ നാരുകൾ കൊണ്ട് മുടഞ്ഞ കട്ടില്, ഈത്തപ്പഴത്തിന്റെ കുരുകൾ നിറച്ച തലേണ, ഒരു കമ്പിളി മുകളിലിട്ടിട്ടുള്ള മേൽക്കൂര, മഴ പെയ്താൽ വലിച്ചെടുക്കുകയും മഴ പെയ്തു കഴിഞ്ഞാൽ മരം പെയ്യുന്ന പോലെ പെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മേൽക്കൂര. അതാണ് റസൂലുള്ളാഹിയുടെ കാലത്തെ വീട്. നിങ്ങൾ ആലോചിക്കുക, നമുക്കിപ്പോ ആ വീട് ഇങ്ങനെ നബിന്റെ വീട് അതായിരുന്നു വയല് പറയാനല്ലാതെ നമുക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? ഈത്തപ്പനയുടെ ഓല കൊണ്ട് മറച്ചൊരു വീട്, പൂഴിയാണ് അതിന്റെ തറ. അങ്ങനത്തെ ഒരു വീട് എന്ന് പറയാം. അത് നമുക്ക് വയല് പറഞ്ഞ് ഉറക്കം വരുന്ന സമയത്ത് ആവേശം കൊള്ളിക്കാനുള്ള സംഗതിയാണ് അവിടെ. അപ്പൊ അത്തരം ഉമർ അള്ളാഹുവിന് കണ്ടം വെച്ച കുപ്പായം ധരിച്ചിരുന്നു എന്ന് നമ്മൾ പറയുന്ന നമുക്ക് എത്ര ഷർട്ട് ഉണ്ട് നമുക്ക് എണ്ണാൻ കഴിയുമോ?
നമുക്കിപ്പോൾ എത്ര ഷർട്ട് ഉണ്ട്? നമുക്ക് എണ്ണാൻ കഴിയില്ല. ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖലീഫയായ സമയത്ത് ഉണങ്ങാത്ത വസ്ത്രമുള്ളതിന്റെ പേരിൽ ജുമഅക്ക് വരാൻ നേരം വൈകിയ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. ജുമ നമസ്കാരത്തിന് ഖലീഫയുടെ ഖുത്ബ കേൾക്കാൻ വേണ്ടി നേരത്തെ എത്തിയ ആളുകൾ സമയമായിട്ടും ഖലീഫയെ കാണാത്തപ്പോൾ പരിഭവപ്പെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, വസ്ത്രം ഉണങ്ങാത്തതിന്റെ പേരിൽ നേരം വൈകിയതാണോ എന്ന്. നമുക്ക് ജീവിതത്തിൽ അത്ര അനുഭവം ഉണ്ടാവുമോ? വസ്ത്രം ഉണങ്ങാത്ത നേരം വൈകിയ അനുഭവം ഉണ്ടാവും. ജുമയ്ക്ക് ഇക്കാമത്ത് കൊടുക്കാൻ സമയത്തെത്തിയ അനുഭവം ഉണ്ടാവും. അത് അനുഭവമല്ല, അത് അമാന്തമാണ്, അതവിടെ വീഴ്ചയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ചു, ആ ലാളിത്യം എന്ന് പറയുന്നത് ഒരു പോരാത്തരമായി ആളുകൾ കാണുന്നു. ഇപ്പൊ നമ്മള് അങ്ങനെ പറഞ്ഞ ആളുകൾ പറയുന്നത്, ഇപ്പേ പറഞ്ഞ കാലം നല്ലത്, അങ്ങനെയാണെങ്കിൽ വേണ്ടാന്ന് വെച്ചാളി, നടത്തുകയാണെങ്കിൽ നടത്തുമ്പോടെ നടത്തിക്കാളി എന്നാ പറയാ. കാരണം ഇവിടെ നമ്മുടെ മനസ്സ് മാറിയ ഒരു സാഹചര്യത്തിൽ ദീൻ എന്നുള്ള നിലക്കുള്ള ഒരു ആത്മവിശ്വാസവും അതിലൂടെ പടച്ചറബ് നൽകുന്ന ഒരു സമാധാനവും ഇന്ന് ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? പടച്ചറബ് നമുക്ക് അത്തരത്തിൽ പ്രതിസന്ധികൾ കാവൽ നൽകുമെന്ന് പറയാനുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടോ? കാരണം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? റബ്ബ് കാക്കും. ഒരു പ്രശ്നങ്ങൾ വരുമ്പോ, ഒരു പരീക്ഷയിൽ തോൽക്കുമ്പോ, ഉദ്ദേശിച്ച ജോലി കിട്ടാതായി പോകുമ്പോഴേക്ക് മനുഷ്യൻ പതറിപ്പോകുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ടെൻഷൻ രോഗമായത്. ടെൻഷൻ രോഗമായ ഒരു കാലത്ത് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത്. എന്താ അങ്ങനെ വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ റബ്ബർക്ക് വെച്ച ഒരു മനുഷ്യൻ, ഒരു 2 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ 4 or 5 മരം ആടോ പശുവോ എന്ന് റബ്ബറിന്റെ ഇല തിന്ന് റബ്ബർ ഒടിച്ചു പോയി എന്ന് പറഞ്ഞാൽ നഷ്ടം വാങ്ങും. പക്ഷെ നല്ല വെട്ടാനായ റബ്ബർ ഒരു കാറ്റും മഴയും വന്ന് ഒന്നാകെ പൊട്ടി അങ്ങോട്ട് വീണു നോക്കുക. ഒരു ഏതാണ്ട് 1/2 ഏക്കറോളം റബ്ബ് ചുഴലിക്കാറ്റിലാണ് പൊട്ടി വീണു. വിറകിന് പോലും പറ്റാത്ത, അല്ലെങ്കിൽ ഫർണിച്ചറുകാർക്ക് പോലും പറ്റാത്ത ആ അവസ്ഥയിലായാൽ നമ്മൾ എന്താ പറയാ? ക്ഷമിക്കന്നെ, അള്ളാന്റെ പരീക്ഷ അല്ല, അപ്പൊ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ക്ഷമക്ക് എന്താ പ്രസക്തി? ക്ഷമിക്കുന്നില്ല എന്ന് വെക്കുക, എന്താക്കുവോ? ഈ റബ്ബറിനെ തിരിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയുമോ? ഒരുത്തന്നെ കുട്ടി അപകടത്തിലാണ്, മരിച്ചു. ഓൻ പറയും ക്ഷമിക്കന്നെ, നബിന്റെ കുട്ടി മരിച്ചില്ലേനോ, ക്ഷമിക്കന്നെ. ക്ഷമിക്കല്ലാതെ എന്താക്കും? നിസ്സഹായാവസ്ഥയിലെ ക്ഷമയാണത്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള പണ്ഡിതന്മാര് ക്ഷമയെക്കുറിച്ച് വർഗീകരിച്ച് പറഞ്ഞപ്പോ പറഞ്ഞത്, ക്ഷമയിൽ ഏറ്റവും വലുതെന്താ അറിയാ? ദീനിന്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കാനുള്ള ക്ഷമ. അതാ സബ്റുൻ ഫീ താഅത്തില്ലാ. അള്ളാഹുവിനെ അനുസരിച്ച് മുന്നോട്ട് പോയ ഏത് പരിതസ്ഥിതിയിലും റബ്ബെ നിന്നെ വണങ്ങാനും നിനക്ക് ഇബാദത്ത് ചെയ്യാനും. അതാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ. റബ്ബെ എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ. ജീവിതത്തിന്റെ കൃത്യാന്തര ബാഹുല്യങ്ങളിൽ, ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച വ്യവഹാരങ്ങളിൽ പടച്ച റബ്ബെ എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ എന്ന പ്രാർത്ഥന. അതാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞ അസ്ബറു ഫീ താഅത്തില്ലാ. പടച്ച റബ്ബിന്റെ അനുഷ്ഠാനങ്ങൾ, നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ അത് പാലിക്കാനുള്ള ക്ഷമ. അതാണ് ഒന്ന്. രണ്ടാമത്തതോ അസ്ബറു ഫീ മഅസിയത്തില്ലാ. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പരീക്ഷണങ്ങൾ ക്ഷമിക്കാനുള്ള ക്ഷമക്ക് സ്ഥാനമുള്ളൂ. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ വരുന്ന ആളുകളാണല്ലോ ഭക്തന്മാർ, അമ്പലത്തിൽ പോകുന്നവര്, അവരൊക്കെയാണ് നമ്മൾ ഭക്തന്മാരായിട്ട് പരിഗണിക്കാറുള്ളത്. എങ്കിൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആയിരക്കണക്കിന് ആളുകൾ ഹജ്ജിന് അപേക്ഷ കൊടുത്ത് കിട്ടാത്ത മനുഷ്യന്മാരാ. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലിശയുടെ ഒരു കെണിയിലും പെടാത്ത എത്ര ആളുകൾ നമ്മുടെ പള്ളിയിൽ വരുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ടാവും? പള്ളിയിൽ നമസ്കാരത്തായ്മ നെറ്റിത്തരത്തിൽ അരിമ്പാറ പോലെ മുഴച്ചു നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു വിലക്കിയ ഹറാമാണ് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ കടുത്ത തിന്മയായി വിശദീകരിച്ച പലിശ. ആ പലിശയുടെ ഒരു പുകയും ഏറ്റിട്ടില്ല എന്ന് പറയാൻ കഴിയുള്ള എത്ര ആളുകൾ നമ്മുടെ ഭക്തന്മാരായി പള്ളിയിൽ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടാവും?
അതിപ്പോ വണ്ടി എടുക്കുമ്പോൾ റെഡി കാശ് കൊടുത്തിരുത്ത ടാക്സിന്റെ കാര്യം എന്താക്കും? അപ്പൊ ടാക്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. വീട് പണി നടക്കുന്ന സമയത്താണ് തീർത്താ അത് പണിയാൻ തീർന്ന ഒരു ഹൗസായി കിട്ടും. അപ്പോ ഹൗസിംഗ് ലോണ് കുറച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വന്നു. പിന്നെ 2% പലിശ കൊടുത്താൽ ലാഭ. പണി പിന്നെ വെക്കുമ്പോൾ കൂലി ചെലവും അതിന്റെ ചെലവും ഒക്കെ ആലോചിക്കുമ്പോൾ അത് നഷ്ടമാണ്. അപ്പൊ പിന്നെ ആ പലിശ പ്രശ്നമല്ല. പിന്നെ സ്വയം തൊഴിൽ കണ്ടെത്തി ഒരു ഓട്ടോറിക്ഷ വാങ്ങാൻ ആരാല കാശ് തരിക? ഇങ്ങനെ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിലോ PF പലിശ വാങ്ങുന്നുണ്ടാവും. കാരണം ഡെഡായി കിടക്കുന്ന കാശാണ്. ആ ഇൻട്രസ്റ്റ് എങ്കിലും ഇല്ലെങ്കിൽ പിന്നെ അത് എങ്ങനെയോ ഒക്കുക? എല്ലാം ന്യായമാണ്. അള്ളാഹ് ഹറാമാക്കിയ പലിശ വാങ്ങാതിരിക്കാൻ റബ്ബേ അതിന്റെ പുക ഏറ്റില്ലെന്ന് പറയാൻ ആർക്കാ കഴിയുക? ഈ വാപ്പയാണ് അള്ളാഹു നമ്മോട് പറഞ്ഞല്ലോ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബൻ. ഹലാലും ത്വയ്യിബുമായ ആഹാരം കഴിക്കുമ്പോഴേ ഹലാലും ത്വയ്യിബുമായ പ്രവർത്തനങ്ങളും ജീവിത സന്ദേശങ്ങളും മനുഷ്യന്മാർക്ക് ഉണ്ടാവുള്ളൂ. അത്തരം എത്ര ആളുകൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും, റബ്ബേ ഞാൻ അതിന്റെ പൊടിയേറ്റിട്ടില്ല, എനിക്ക് അത്തരം അല്ലാഹ് ഹറാമാക്കിയ ഒരു പ്രവർത്തനവും എന്നിൽ വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മൾ ആലോചിക്കേണ്ട അങ്ങനെയാണല്ലോ. എൻ്റെ ജീവിത കടമ്പകളിൽ ഹറാമുകൾ ലയിച്ചിട്ടില്ലെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? എൻ്റെ മക്കൾക്ക് ആഹാരം കൊടുക്കുന്ന വിഷയത്തിൽ, എൻ്റെ മക്കൾക്ക് ജീവിത സൗകര്യം ഒരുക്കി കൊടുക്കുന്ന വിഷയത്തിൽ ഹറാമുകൾ ലയിച്ചിട്ടില്ല. കുറ്റമറ്റ രൂപത്തിൽ മതപരമായ മാർഗത്തിലൂടെ മാത്രം സഞ്ചരിച്ച് ഹലാലായ ആഹാരം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയാൻ കഴിയും. എങ്കിലല്ലേ ഹലാലായ രക്തസഞ്ചാരം നമ്മുടെ മക്കളുടെ ശരീരത്തിലുണ്ടാവും. അപ്പോഴല്ലേ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അല്ലെങ്കിൽ എങ്ങനെയാ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുക? അപ്പൊ അവിടെ നമ്മൾ ആലോചിക്കേണ്ടുന്ന വിഷയം, കുറ്റമറ്റ ഒരു ജീവിതം നമുക്കുടെ കുടുംബരംഗത്തുണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ടത്, കുടുംബം പണിതെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ദീനാണ് എന്നാണ്. ആ ദീൻ എന്ന് പറയുന്നത് പേരിനല്ല, ജീവിതത്തിന്റെ സംസ്കാരത്തിലാണ്. ഓലി നമ്മളാൾ തന്നെയാ, ഓലി നമ്മളെ വിഭാഗം തന്നെയാ എന്ന് വിഭാഗം ആരായി എന്നുള്ളതല്ല പ്രശ്നം. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിതം ക്രമീകരിക്കുന്നുണ്ടോ ഇല്ലേ? അള്ളാഹു പറഞ്ഞ ഇമാം നബവി വിശദീകരിച്ചല്ലോ, വയറാക മൗലാക ഹൈസു അമറക വഅല്ലാ യറാക മൗലാക ഹൈസു നഹാക. പടച്ച റബ്ബ് വിരോധിച്ചേടത്ത് നിന്നെ കാണാതിരിക്കുകയും പടച്ച റബ്ബ് കൽപ്പിച്ചേടത്തൊക്കെ നിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യുന്ന ജീവിതമാണ് മുത്തഖിയുടെ ജീവിതം എന്ന് പറഞ്ഞല്ലോ. അത്തരം ഒരു ജീവിതം നമ്മളിൽ ഉണ്ട് എങ്കിൽ മക്കൾ അറിയാതെ നമ്മുടെ ദീനിലേക്ക് പാകപ്പെട്ടു വരും. അങ്ങനെ പാകപ്പെട്ടു വരുന്ന ഒരവസ്ഥ ഉണ്ടാവണമെങ്കിൽ മക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീവിതത്തിൽ അവർക്ക് അതിൻ്റെതായ അനുഭൂതി വായിച്ചെടുക്കാൻ കഴിയണം. ജീവിതത്തിൽ നിന്ന് ഉപദേശങ്ങളിലൂടെയല്ല, ഉപദേശങ്ങളുടെ കേൾക്കുകയല്ല, മറിച്ച് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ ബോധ്യമാവുക. അപ്പോഴാണ് മതം പാരമ്പര്യമായി സംസ്കാരമായി രൂപപ്പെട്ടു വരിക. ഞാൻ സൂചിപ്പിക്കുന്നത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, നമുക്കറിയാം അഹമ്മദ് ഹംബൽ എന്ന് പറഞ്ഞാൽ തന്നെ ഹംബലി മതവുമായിട്ട് ബന്ധപ്പെട്ടതും അങ്ങനെ ഉണ്ടല്ലോ. ജീവിതത്തിൽ അദ്ദേഹത്തെ കുറിച്ച് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു സംഗതിയുണ്ട്. തൊട്ട് ഒരയൽവാസി ചെരുപ്പ് കുത്തി ഉണ്ടായിരുന്നു. വൈകുന്നേരം വരെ ചെരുപ്പ് കുത്തി ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് വയറ് നിറച്ചും കള്ളു കുടിക്കുന്ന മനുഷ്യൻ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ വീട്ടിൽ ചെന്നിട്ട് മക്കളെ തല്ലിയും ഭാര്യയെ പുലഭ്യം പറഞ്ഞു, അങ്ങനെ അദ്ദേഹത്തിന് തോന്നുന്ന പാട്ടുപാടിയും, അങ്ങനെ ഒരു അരോചകമായ ബഹളമയമായ ഒരു അന്തരീക്ഷത്തിലാണ് അഹമ്മദ് ഹംബലിന്റെ അയൽവാസിയുടെ വീട്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കാതെ, പാട്ട് കേൾക്കാതിരുന്നപ്പോ പിറ്റേന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അല്ല, എന്തേ ഇന്നലെ മൂപ്പര വച്ചിമൊഴിയൊന്നും കേട്ടില്ലല്ലോ, എന്തേ ഇന്നലെ ഇവിടെ? അവർ കവലകളിൽ വെച്ച് കല്ല് കുടിച്ച് അടിപിടി ഉണ്ടാക്കിയപ്പോ ഖലീഫ മൻസൂറിന്റെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി എന്ന് വീട്ടുകാർ മറുപടി പറഞ്ഞപ്പോഴേ, പലപ്പോഴും ഖലീഫ മൻസൂർ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിട്ട് അഹമ്മദ് ഹംബൽ പോയിട്ടില്ല. കാരണം രാജാക്കന്മാരെ സന്ദർശിക്കുന്ന പതിവ് എനിക്ക് ആവശ്യമില്ല. കാരണം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സംതിങ് ആണ്, അതെനിക്ക് വേണ്ട, അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ അഹമ്മദ് ഹംബൽ.
നേരെ ഖലീഫ മൻസൂറിന്റെ കൊട്ടാരത്തിലേക്ക് അഹമ്മദ് ബിൻ കയറി ചെന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഞാൻ ഒരു അഭ്യർത്ഥനയും ആയിക്കൊണ്ട് വന്നതാ നിങ്ങളുടെ അടുത്തേക്ക് എന്ന്. എന്താണ് നിങ്ങൾ പറഞ്ഞത്? ആളയക്കുമായിരുന്നല്ലോ, വാഹനം അയക്കുമായിരുന്നല്ലോ എന്നൊക്കെ ഖലീഫ മൻസൂർ പറയുന്നുണ്ട്. എന്താ നിങ്ങൾ ഈ വന്നത്? ഞാൻ ഒരു അഭ്യർത്ഥനയുമായി എൻ്റെ ഒരു അയൽവാസിയുണ്ട്, കള്ളുകുടിയൻ അയൽവാസി. നിങ്ങളുടെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എന്ന് ഞാൻ വിവരം അറിഞ്ഞു. അദ്ദേഹത്തെ മോചിപ്പിക്കണം, അയാൾ എൻ്റെ അയൽവാസിയാണ്. അങ്ങനെ അഭ്യർത്ഥനയുമായാണ് ഞാൻ വന്നത്. അതുവരെ അഹമ്മദ് വെമ്പൽ അയാളോടൊന്നും പറയാൻ പോയിട്ടില്ല. ആ ജയിലിൽ നിന്ന് പരോളിൽ ഇറക്കി ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേ ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഇനി ഞാൻ കള്ളുടിക്കൂലട്ടോ അഹമ്മദ് ഹംബലിനോട്. കാരണം നിങ്ങളുടെ പെരുമാറ്റമുണ്ടല്ലോ അതെന്നെ വല്ലാതെ മാറ്റിക്കളഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു. ജീവിതമാണ് മനുഷ്യനെ ദീനിലേക്ക് ആകർഷിപ്പിക്കുന്നത്. അതുപോലെ നമുക്കറിയാം ഹസനുൽ ബസരിയുടെ ജീവിതം. ഹസനുൽ ബസരിയുടെ അയൽവാസി ഉണ്ടായിരുന്നു, ജൂതനായ ഒരു മനുഷ്യൻ. ഹസനുൽ ബസരിയുടെ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക്, ഈ ജൂതന്റെ വീട്ടിൽ വരുന്ന ബാത്റൂമിലെ മലിനജലം, ജൂതനായ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ബാത്റൂമിൽ നിന്ന് വരുന്ന മലിനജലം അത് തളം കെട്ടി ഈച്ചയാർത്ത് വൃത്തിഹീനമായി നിൽക്കുന്നു ഹസനുൽ ബസരിയുടെ വീട്ടിൽ. അദ്ദേഹം രോഗിയായപ്പോ കാണാൻ ചെന്നതാണ് അയൽവാസിയായ ജൂതൻ. അപ്പോഴാ ബാത്റൂമിൽ ഈ മലിനജലം ആകെ തളം കെട്ടി നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് തോന്നും ബാത്റൂം എന്നൊക്കെ അങ്ങനെ മലിനജലം ഒഴുകുക തോന്നും. കാരണം ഇപ്പോഴത്തെ ബാത്റൂം പറഞ്ഞാൽ ഉറുമ്പ് പോലും വഴുതി വീഴുന്ന ബാത്റൂമാണ്. അങ്ങനത്തെ ഒരു ബാത്റൂമാണ് ഇപ്പൊ നമ്മളിപ്പോ ഒരു വീടൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമും അടുക്കളയാണല്ലോ കാണാൻ പോലെ. ബാത്റൂമിന്റെ ഫിനിഷിങ്ങിൽ മനസ്സിലെത്തി പോലെ ഈച്ച വഴുതി വീഴുന്ന മിനുസം. എത്ര ആള് ബാത്റൂമിൽ വീണ് ഊര പണിയാനുണ്ട്, അത് വേറെ വിഷയം. അക്കാലത്തെ ബാത്റൂമാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരട്ടെ. ഈത്തപ്പരയുടെ മരത്തിന്റെ ചോറ് കളഞ്ഞിട്ടുള്ള പാത്തി, അതാ GI പേപ്പർ പകരമുള്ളതെന്ന്. അത് ദ്രവിച്ചിട്ട് അതിലൂടെ വെള്ളം താഴേക്ക് ഇറ്റി വീണതാ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഹസനുൽ ബസരിയുടെ ബക്കറ്റ് വെച്ചിട്ട് നിറയുമ്പോ ദൂരസ്ഥലത്തേക്ക് ചിന്തിക്കളയല. അയൽവാസി എന്നുള്ള ശല്യം സ്വയം സഹിക്കുക. സുഖമില്ലാതെ കടന്നപ്പോ മലിനജലം തളം കെട്ടിന്നിട്ട് അസ്വസ്ഥതയുണ്ടാക്കിയതാ. അത് കണ്ടപ്പോഴാ ജൂതൻ ചോദിക്ക്, അല്ല ഇത് എന്നെ നിങ്ങൾക്ക് തുടങ്ങി? നിങ്ങളൊരു പരാതിയും പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് എന്നാ എന്നെ കൊണ്ട് ഈ ബുദ്ധിമുട്ടുണ്ടായത് എന്ന് പറഞ്ഞിട്ട് അത് വർഷങ്ങളായി എന്ന് പറയുമ്പോ കഴുത്തിലെ സിന്നാറുകൾ പൊട്ടിച്ചെടുത്തിട്ട് ആ ജൂതൻ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലത്തെ മുസ്ലിങ്ങൾ ഈ നാട്ടിലുണ്ടെങ്കിൽ എന്തിനാ ഇസ്ലാമാവാതിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ ഹസനുൽ ബസരിയുടെ മുമ്പിൽ വെച്ച് ജൂതൻ കലിമ ചൊല്ലി മുസ്ലിമായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഇതെന്താ നിങ്ങള് മുസ്ലിം എന്ന് പറയുന്ന ജീവിതം കൊണ്ട് ധന്യമാക്കണം. ആ ധന്യമാക്കാൻ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാധാരണ തമാശയായിട്ട് പറയാറുണ്ട്, കല്യാണം കഴിഞ്ഞ് 10-20 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഭാര്യ ഡോക്ടർ എന്നിട്ട് പറഞ്ഞല്ലോ, ഡോക്ടറിന്റെ ഭർത്താവ് ഇങ്ങനെ ഉറക്കത്തിൽ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട്, അതിന് വല്ല മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോന്നും ഇങ്ങനെ പറയാം, അവിടെ പോയി ഇവിടെ പോയി അത് കൊടുത്തു ഇത് കൊടുത്തു എന്തൊക്കെയോ പറയുന്നത്, വ്യക്തമാകുന്നില്ല. വല്ല മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഡോക്ടർ പറഞ്ഞു അതത്ര വലിയ രോഗമൊന്നും അല്ലല്ലോ, ചെറിയൊരു മരുന്ന് കഴിച്ചാൽ ശരിയാവാനേ ഉള്ളൂ പറഞ്ഞു. അപ്പൊ ഭാര്യ പറഞ്ഞു മാറാനല്ല ഡോക്ടറെ, വ്യക്തമാവാൻ വല്ല ഗുളികയുണ്ടോ എന്ന് ചോദിച്ചോ. മാറാൻ വേണ്ട, കാരണം മൂപ്പരെ തട്ടിപ്പൊക്കെ ഉറക്കത്തിലെങ്കിലും വെളിച്ചത്താവുമല്ലോ, അതാ പ്രശ്നം. നല്ലൊരു ഗുളി കൊടുത്താൽ ഉറക്കം ഇങ്ങനെ വ്യക്തമായി ഇങ്ങനെ പറയുകയാണെങ്കിൽ അതാണ് വേണ്ടത്, നാം 30 വേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത്ര കാലം ജീവിച്ചിട്ടും ആളുടെ ഉള്ളു വ്യക്തിയിൽ വൃത്തിയില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ വരുന്നു. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മള് ഓരോരുത്തർക്ക് ഒരു മാർക്ക് നൽകുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരാളെ നിങ്ങൾക്ക് എന്നെ കുറിച്ചൊരു വിചാരം ഉണ്ടാവും, എന്റെ നാട്ടുകാർക്ക് എന്നെ കുറിച്ചൊരു വിചാരം ഉണ്ടാവും, എന്റെ ഭാര്യക്കും മക്കൾക്കും എന്നെ കുറിച്ചൊരു വിചാരം ഉണ്ടാവും. ഈ എല്ലാ വിചാരവും ഒന്നാണോ? അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇദ്ദേഹത്തെ ഭർത്താവായി കിട്ടി എന്റെ ജീവിതത്തിലെ ഭാഗ്യമായി പോയി എന്ന് ഭാര്യ കരുതുന്നുണ്ടോ? അതല്ല ഖുർആൻ ക്ലാസ് ഒക്കെ നല്ല ഉഷാറാണ്, ഞാനല്ലേ അനുഭവിക്കുന്നുള്ളൂ എന്നാണോ ഭാര്യ പറയുന്നത്? അയൽവാസികൾ പറയുന്നു ഇയാളടുത്തായി പോയല്ലോ താമസിക്കേണ്ടി വന്നത് എന്ന് അയൽവാസികൾ പറയുന്നുണ്ടോ? അവിടെയാണ് അകവും പുറവുമില്ലാത്ത ജീവിതം നയിക്കുമ്പോഴാണ് ദീൻ സംസ്കാരമായി രൂപപ്പെടുന്നത്. ഫഖ്റുദ്ദീൻ റാസി തഫ്സീറുൽ കബീർ പറയുന്നുണ്ട്, ഈ വത്തീനി വസൈത്തൂന്റെ ശർഹ് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, അത്തിപ്പഴം പോലെയാവണം സത്യവിശ്വാസി എന്ന്. എന്താ അത്തിപ്പഴത്തിന്റെ പ്രത്യേകത? അതിന് കുരു കളയാനില്ല, തൊലി പൊളിക്കാനുമില്ല എന്നർത്ഥം. തൊലി പൊളിക്കേണ്ട അത് കഴിക്കാൻ, കുരു തുപ്പാനുമില്ല, അകവും പുറവുമില്ലാത്ത ശുദ്ധമായ പഴം. അതുപോലെയാവണം സത്യവിശ്വാസി എന്ന സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അത്തരം ജീവിതം നമുക്ക് മാതൃകയാണ്. നമ്മളൊന്നും ചെയ്യണ്ട,
നമ്മളെ ജീവിതം മാറ്റിപ്പണിയാൻ ഇപ്പോ നമ്മൾ പറയണ്ടല്ലോ, ആളുകൾ പറയും എന്തായാലും ഇപ്പോഴത്തെ കാലം വലിയ പ്രശ്നമാണ് എന്നാ പറയാ. കവികളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഈ ലോകത്തിന്റെ ഗതി കണ്ടിട്ട് ആളുകളൊക്കെ വിലപിക്കുകയും പരിതപിക്കുകയും ചെയ്യുന്നുണ്ട്. പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കയറുമ്പോൾ പിന്നിലെ മാവിൽ കയറുകൾ കാണാം. കണ്ണാടി എന്ന കവിതയിൽ മുരുകൻ പാടുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കാണാ പഠിക്കുന്ന കവിതയാണത്. അതാ, പൊട്ടിയ താലി ചരടുകൾ കാണാം, കുടുംബം ശിഥിലമായി, പൊട്ടാമദ്യ കുപ്പികൾ കാണാം. എല്ലാവരും മദ്യത്തിന് അടിമകളായി പുതിയ പുതിയ ബ്രാൻഡ് സാധനം വാങ്ങിക്കൂട്ടുകയാണ്. ഇത് രണ്ടും കൂടി ജീവിതത്തിലുണ്ടാക്കിയ ദുരന്തം എന്താ? പലിശ പട്ടിണി പടി കയറുമ്പോൾ പിന്നിലെ മാവിൽ കയറുകൾ കാണാമെന്നാണ്. എന്താണ് പരിഹാരം? പരിഹാരം നിർദ്ദേശിക്കുന്നിടത്ത് ആളുകൾ പരാജയപ്പെടുന്നത്. എന്താണ് ഇതിന് പരിഹാരം എന്ന് നിർദ്ദേശിക്കുന്നിടത്ത് ആളുകൾ പരാജയപ്പെടുന്നത്? ആ പരിഹാരം എന്താണ്? നമ്മൾ ദീനിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിൽ മതം രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. പവർ ഹൗസ്. അതാ, മനസ്സ് ശുദ്ധമാവുക. അങ്ങനെ ശുദ്ധമായി കഴിഞ്ഞാൽ അതെന്താ കാര്യങ്ങൾ? അത് ജീവിതത്തിൽ പകർന്നു കെട്ടുവരും. അങ്ങനെ പകർന്നു വരുമ്പോൾ അത് തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യും. ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ ഉമർ അബ്ദുൽ അസീസ് ഖലീഫയായി ഖിലാഫ് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ 1-2 ദിവസം അതിൻ്റെതായ ഭരണ കൈമാറ്റ ചടങ്ങിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് ബയ്യത്ത് ഏറ്റുവാങ്ങിയതിനു ശേഷം ഖലീഫ ഉമർ അബ്ദുൽ അസീസ് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത് വിശ്രമിക്കാൻ വേണ്ടി പോകുന്ന പോക്കിൽ മകൻ ചോദിക്കുന്നത്, അല്ലപ്പ നിങ്ങളല്ലേ ആളുകളുടെ കാത്തു നിൽക്കുന്ന നിർദ്ദേശങ്ങൾ തരാൻ, പോരായ്മകൾ ചൂണ്ടിക്കാട്ടാൻ, പഴയ ഭരണത്തിലുണ്ടായിരുന്ന പാളിച്ചകളെ സൂചിപ്പിക്കാൻ. ആടാ ഓല് നിൽക്കുന്നുണ്ട്, ഞാനൊന്ന് വിശ്രമിക്കട്ടെ, 1-2 ദിവസമായില്ലപ്പോ ഇതിനും വേണ്ടി ഓട്ടോ ഓടുന്നു, ഇനി ഒന്ന് വിശ്രമിച്ച് എണീറ്റിട്ട് ജനങ്ങൾക്ക് ഫേസ് ചെയ്യാം. മുലബ്ദീസിന്റെ മകൻ പറയുന്ന മറുപടി ഉണ്ട്, അല്ലപ്പ ഈ ഉറക്കത്തിന് എണീക്കുന്നുള്ളതിന് എന്താ ഉറപ്പ്? നിങ്ങൾ ഖലീഫയായി ബയ്യത്ത് ചെയ്തു, നിങ്ങൾ ഖലീഫയെ മുസ്ലിങ്ങളുടെ ഖലീഫയാണ് നിങ്ങൾ. ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാതെ കറന്നിറങ്ങാൻ പോയിട്ട് നിങ്ങൾ ഉറക്കിൽ നിന്ന് ഉണരുമെന്ന് എന്താ നിങ്ങൾക്ക് ഉറപ്പ്? ആ ഒറ്റ ചോദ്യം കേട്ടപ്പോ ഖലീഫ ഉമർ അബ്ദുൽ അസീസ് സാനി ഉമർ, 2ാം ഉമർ ഖലീഫ എന്ത് ചെയ്യുന്നു? തിരിച്ചു വന്നിട്ട് മകന് കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട്, റബ്ബേ, മതത്തിൽ എന്നെ സഹായിക്കാൻ പറ്റിയ ഒരു മകനെ നൽകിയ റബ്ബേ, നിനക്കാണ് സ്തുതി എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് ധന്യത. എവിടുന്ന് ആ മകനത് പഠിച്ചത്? വാപ്പയുടെ ജീവിതം കണ്ടിട്ടാണ്. ആ വാപ്പയ്ക്ക് സംഭവിച്ച ചെറിയ ഒരു അശ്രദ്ധ, ക്ഷീണം കാരണമാണെങ്കിൽ പോലും ഇപ്പോൾ ബയ്യത്ത് വാങ്ങിയ ശേഷം ആളുകളുടെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ വീഴ്ച വരാൻ പാടില്ല. വാപ്പയെ എന്ത് ചെയ്യുന്നു? ഇശാറയാക്കി കൊടുക്കുന്നു. ആ ഇശാറത്തുണ്ടോ നമുക്ക്? നമ്മുടെ ജീവിതത്തിലെ കൂട്ടായ്മകളെ നികത്താൻ അങ്ങനെ ഒരു ജീവിതം, മതപരമായ ഒരു കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിന് ധന്യത നൽകും. അത് മക്കൾ നൽകണമെങ്കിൽ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം? നമ്മുടെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം. തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളോട് യുദ്ധ ഫണ്ടിലേക്ക് കൈയഴിച്ച് സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ടു. നടക്കാതെ പോയ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ യുദ്ധമാണ് തബൂക്ക് യുദ്ധം. എങ്കിലും ആ യുദ്ധത്തിന് പോരാത്തവരെ നബി ബഹിഷ്കരിക്കുകയും ചെയ്തു. ആ സമയത്ത് ഉമൈർ ബിൻ സഅദ് എന്ന് പറഞ്ഞ ചെറിയൊരു കുട്ടി, 9 വയസ്സ് പോലും പ്രായമായിട്ടില്ലാത്തൊരു കുട്ടി, അദ്ദേഹത്തിന്റെ വാപ്പ മരിച്ച് അനാഥനായി ഉമ്മ വിധവയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മദീനയിലെ സമ്പന്നനായ ജുലാസ് ഇബ്നു സുവൈദ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഉമ്മയെ 2ാം കല്യാണം ചെയ്യുന്നത്. അതോടെ ജീവിതത്തിലെ ദാരിദ്ര്യം മാറിപ്പോവുകയും തബൂക്ക് യുദ്ധത്തിലേക്ക് സംഭാവന കൊടുക്കാതിരിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ ഈ കുട്ടി തൻ്റെ വളർത്തു പിതാവിനോട് ചോദിച്ചു. കാരണം നല്ല സമ്പന്നനാണ് ഈ മനുഷ്യൻ, പക്ഷെ യുദ്ധത്തിലേക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ ചോദിച്ചു, അല്ലപ്പ നിങ്ങൾ എന്തേ ഒന്നും കൊടുക്കാത്തത്? എല്ലാവരും യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തേ ഒന്നും കൊടുക്കാത്തതെന്ന് ചോദിച്ചു.
അപ്പോൾ ഇയാൾ പറഞ്ഞു അതിനിപ്പോൾ അയാളിപ്പോൾ യഥാർത്ഥ നബിയൊക്കെയാണ്. കാരണം മദീനയിൽ നബി അനുഭവിച്ച ഏറ്റവും വലിയൊരു ദുരന്തം മുനാഫിക്കീങ്ങളുടെ ദുരന്തമായിരുന്നു. അവരുടെ പ്രവർത്തനം കൊണ്ട് ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വഴിമുടക്കുന്ന പ്രവർത്തനങ്ങൾ. ഈ മനുഷ്യൻ ചോദിച്ച ചോദ്യം അതിന് ഇയാൾ യഥാർത്ഥ നബിനെയാണോ എന്നാണ്. ഈ കുട്ടി ആ സമയത്തുണ്ടാകുന്ന ഒരു ധർമ്മസങ്കടമുണ്ട്. തന്നെ തൻ്റെ വാപ്പ പഠിപ്പിച്ച് വളർത്തിയ ആദർശമുണ്ട്. ആ ആദർശത്തെയാണ് തൻ്റെ വളർത്തുപിതാവ് ചോദ്യം ചെയ്തത്. പക്ഷെ അത് നബിയോട് പറഞ്ഞാലോ ഇപ്പൊ കിട്ടുന്ന ആനുകൂല്യവും സൗകര്യവും ചിലപ്പോൾ നിന്നുപോകും. പറയാതിരുന്ന ആ വിശ്വാസത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്. ഉടനെ ഈ കുട്ടി പറയുന്നുണ്ട് വളർത്തുപിതാവായ ജുലാസ് ബിൻ സുവൈദിനോട്, ഞാനേ നിങ്ങൾ ഈ പറഞ്ഞ വാക്യം നബിയോട് പറയട്ടോ, ഞാൻ പറയും, നിങ്ങൾക്കതിനുള്ള മറുപടി കണ്ടെത്തിക്കോ എന്ന് പറഞ്ഞ ആ കുട്ടി നേരെ നബിന്റെ അടുത്തേക്ക് നടന്നു പോയിട്ട് പറയുന്നുണ്ട്, നബിയെ, നിങ്ങളുടെ അനുയായിയായ ജുലാസ് ബിൻ സുവൈദില്ലേ, എൻ്റെ ഉമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവ്, എൻ്റെ വളർത്തുപിതാവ്, ആ മനുഷ്യൻ നിങ്ങളുടെ പ്രവാചകത്വത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നബിക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ, സംഭാവന ചോദിച്ചു അത് എന്തില്ലേ തരണ്ടെന്ന് വെച്ചാൽ മതി. പക്ഷെ പ്രവാചകത്വം ചോദ്യം ചെയ്ത കുഫറിലേക്ക് പോകുന്ന സംഗതിയാ. ഉടനെ രണ്ടാളെ വിട്ട് റസൂല വിളിപ്പിച്ചു. ആ മനുഷ്യനെ പള്ളിയിലേക്ക് വിളിപ്പിച്ചു. പള്ളിയിലേക്ക് വന്നപ്പോ അയാൾ പറയേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആളുകൾ പറഞ്ഞു, അത് ശരി, വാപ്പ മരിച്ച് കഷ്ടപ്പെട്ടപ്പോ ഉമ്മാനെ കെട്ടി തീറ്റിപ്പോറ്റി സൗകര്യങ്ങളൊക്കെ നൽകിയിട്ട് മൂപ്പരെ കുറിച്ച് ഇല്ലാത്ത പറയാനാ പറ്റി പഠിച്ച് ഈ കുട്ടിയെക്കൊള്ള ആളുകളൊക്കെ തിരിഞ്ഞു. കുട്ടി ഒന്നും മിണ്ടാൻ കഴിയാതായി. കാരണം സാക്ഷിയില്ലല്ലോ ഇതിന്. ഈ കുട്ടിയല്ലേ കേട്ടിട്ടുള്ളൂ. അവസാനം സൂറത്ത് തൗബയിൽ അല്ലാഹു തആല ആയത്തിറക്കി, ലഖദ് ഖാലു കലിമത്തൽ കുഫ്രി, തീർച്ചയായും അവർ കുഫ്രിന്റെ വാചകം ഉച്ചരിച്ചിട്ടുണ്ട്. കുഫ്രിന്റെ വാചകം ഉച്ചരിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു ആയത്താണ്ട് ഇറക്കിയപ്പോൾ റസൂൽ ഈ കുട്ടിയുടെ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, അള്ളാഹു നിന്നെ സത്യപ്പെടുത്തി, നിന്റെ ചെവി അതിന്റെ ധർമ്മം നിർവഹിക്കുകയും ചെയ്തു എന്ന്. അപ്പൊ ഇയാൾ പറഞ്ഞു, നബി, അത് തമാശ പറഞ്ഞു. അത് ഞാനങ്ങനെ കാര്യമാക്കി പറഞ്ഞതൊന്നുമല്ല, അത് ഞാനൊരു തമാശ പറഞ്ഞതായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, വാപ്പയെ തിരുത്താൻ മക്കൾ സന്നദ്ധമായത് അവരെ പഠിപ്പിച്ചെടുത്ത സംസ്കാരമാണ്. അത്തരം ഒരു സംസ്കാരം പകർന്നു കിട്ടുന്ന ഒരു ജീവിതാന്തരീക്ഷം നമ്മുടെ വീടുകൾ വളർത്തിയെടുത്തിട്ടുണ്ടോ? അങ്ങനെ വളർത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകം പാടുപെടേണ്ടതില്ല. നമ്മൾ എന്തേ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം അല്ലാത്തൊന്നും ഉണ്ടാവില്ല നമ്മൾ തീരുമാനിച്ചാൽ മതി. എങ്കിൽ നമ്മുടെ വീട്ടിൽ ഇസ്ലാം തിരിച്ചു വരും. ഇസ്ലാമിന് നിരക്കാത്തൊരു പ്രവർത്തനം, പടച്ച റബ്ബിന് പൊരുത്തമില്ലാത്തൊരു പ്രവർത്തനം, അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അള്ളാഹ് ഹലാലാക്കാത്ത ഒരു വഴി ഞാൻ സ്വീകരിക്കില്ല. അള്ളാഹു ഹറാമാക്കിയൊരു വഴിയിലും ഞാൻ കടന്നു ചെല്ലില്ല. അങ്ങനെയുള്ളൂ. അള്ളാഹു ഹറാമാക്കിയ ഒരു വഴിയിലും ഞാൻ കടന്നു ചെല്ലില്ല. പടച്ച റബ്ബിന്റെ തൃപ്തിയുള്ള അതാ റളിയല്ലാഹു അൻഹും വറളുവാൻ, ആ രൂപത്തിൽ ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് ഒരു അടിമ, ഒരു ദാസൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവിതം ഒരു സംസ്കാരമായി അവന് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനെ വളർന്നുകൊണ്ടതാണ് ആ കുട്ടി പിന്നീട് വലുതായി ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് ഹിംസിലേക്ക് ഗവർണറെ പറഞ്ഞേക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോ പലരെയും ആളുകളെ നോക്കി ഉമർ റളിയല്ലാഹു അൻഹു ഗവർണറെ പറഞ്ഞയക്കുമ്പോൾ ഹിംസിലേക്ക് ഗവർണറായി പറഞ്ഞ ഉമൈർ ഇബ്നു സാദിനെയാണ്. ഉമൈർ ഇബ്നു സാദ് പറഞ്ഞില്ലട്ടോ, ഞാൻ അങ്ങട്ടില്ല. അപ്പൊ എന്തേന്ന് ചോദിച്ചു. ഹിംസ് സമ്പന്ന പ്രദേശമാണ്, അവിടെ എത്തി ഞാൻ ഗവർണറായി മാറിയാൽ എൻ്റെ ഈ ലാളിത്യ ജീവിതം ഇല്ലാതായിത്തീരും, ഞാനും സുഖിയനായി മാറും, സൗരോത്ഭതയിൽ മുങ്ങി രമിക്കും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനത്തെ തന്നെയാ പോകണ്ടേ, ഈ ചിന്തകളിലൊന്നും തന്നെയാ പോകണ്ടേ, അവിടെ എത്തിപ്പെടേനി ആഗ്രഹിക്കണമെന്നല്ല പറഞ്ഞയക്കേണ്ടത്. എന്നിട്ടും പറഞ്ഞു, അല്ലട്ടോ, നിങ്ങൾ എന്നെ പറഞ്ഞയക്കരുത്, ഞാനിവിടെ ഒതുങ്ങി ജീവിച്ചോട്ടെ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അല്പം കർക്കശമായിട്ട് പറഞ്ഞു, അത് ശരി, എല്ലാവരും കൂടി ഇന്നെയാണ് ഖലീഫയാക്കിയിട്ടേ, ഇപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കാൻ അങ്ങക്ക് ആർക്കും ആവില്ലല്ലേ. അപ്പൊ പിന്നെ അനുസരിച്ചു, എന്നാ ഞാൻ പോയിക്കോളാം. അങ്ങനെ ഖലീഫയായി ഉമർ റളിയല്ലാഹു അൻഹു ഗവർണറായി ഈ ഉമൈർ ഇബ്നു സാദിനെ ഹിംസിലേക്ക് പറഞ്ഞയച്ചു.
ഓരോ ഗവർണർമാരും അവരുടെ സമ്പാദ്യങ്ങളുമായി തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഖലീഫ ഉമർ കത്തെഴുതിയപ്പോൾ നഗ്നപാതനായി മുഷിഞ്ഞ വേഷവും ധരിച്ച് ഒരു വടി തോളത്ത് വെച്ച് ഉമേർ പ്രസാദ് നടന്നു വരുന്ന രംഗണ്ട് ഉമർലാന്റെ അടുത്തേക്ക്. അപ്പൊ ഉമർ ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്ക് കത്ത് കിട്ടിയില്ലേന്നോ? നിങ്ങളുടെ സമ്പാദ്യം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ആ വടിയുടെ തലക്കലുള്ള ബാണ്ടക്കെട്ട് അഴിച്ചു വെക്കുന്നുണ്ട്. ആ ബാണ്ടക്കെട്ട് അഴിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന തോൽപാത്രം, ഞാൻ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റ്, എന്റെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന തോൽസഞ്ചി, എന്റെ ഗോതമ്പ് പൊടി ഇട്ടു വെക്കാനുള്ള ഭരണി, ഇതാണ് എന്റെ സമ്പാദ്യം, അതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഒരു ജീവിതമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ദീൻ എന്താണോ നമ്മോട് കൽപ്പിച്ചത് അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു പെണ്ണ് മതം പഠിക്കാൻ വേണ്ടി വന്നു. മതം പഠിച്ച് തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി പെണ്ണിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അദാതു സൗജിൻ അൻതി, പെണ്ണെ നീ ഭർതൃമതിയാണോ? വിവാഹം കഴിഞ്ഞ് ഭർത്താവ് നിലവിലുള്ളവളാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ പെണ്ണ് പറഞ്ഞു, കാലത്തിനാവും, അതെ ഭർതൃമതിയാണ്. കൈഫ അൻതി ലഹു, നീയും അവനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ആലോചിച്ച് നോക്കി, ഒരു കല്യാണം കഴിഞ്ഞ് വന്ന ഒരു മകളോട് വാപ്പ ചോദിക്കോ കൈഫ അൻതി ലഹു, എങ്ങനെയുണ്ട് എൻ്റെ ജീവിതം? നബി ചോദിക്കാൻ ആ പെണ്ണിനോട്, നീയും അവനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ആ പെണ്ണ് പറയുന്നൊരു മറുപടി ഉണ്ട്, നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു വരിയാണ്. നബിയെ, എന്റെ കഴിവിൽ പെടാത്തതല്ലാതെ എല്ലാ അദ്ദേഹത്തിന്റെ അവകാശങ്ങളും ഞാൻ വകവെച്ചു കൊടുക്കാറുണ്ട്. ഒരു ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന കടപ്പാടുകളും അവകാശങ്ങളും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ വകവെച്ചു കൊടുക്കാറുണ്ട്. ഞാൻ അശക്തമായതൊഴികെ, മനുഷ്യനാണല്ലോ, ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാത്തൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പെണ്ണെ, അവൻ നിന്റെ സ്വർഗമാണ്, നരകമാണ്. ഹുവ ജന്നത്തുക്കി വനാറുക്കി, അവൻ നിന്റെ സ്വർഗമാണ്, അവൻ നിന്റെ നരകമാണ്. അത് റസൂലുള്ളാഹി പഠിപ്പിച്ചു. എന്ത്? അയ്യമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന, ഏതൊരു പെണ്ണ് മരിച്ചു പോകുമ്പോൾ അവളെ തൊട്ട് ഭർത്താവ് പൂർണ്ണമായി തൃപ്തയാണോ എങ്കിൽ ആ പെണ്ണ് സ്വർഗത്തിലാണ് എന്ന്. ആലോചിച്ച് നോക്കൂ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഭാര്യയ്ക്ക് ഒരു പുതിയ ആഭരണം വാങ്ങിക്കൊടുത്തു. ആഭരണം ധരിച്ച ഭാര്യ പിറ്റേന്ന് തന്നെ ആ ആഭരണം അഴിച്ചു വെച്ചു. അപ്പൊ ചോദിച്ചു, എവിടെയാണ് എൻ്റെ ആഭരണം? എനിക്കല്ല ആഭരണം വാങ്ങിത്തത്. അത് ഞാൻ അഴിച്ചു വെച്ചത് രാത്രി ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഈ പുതിയ ആഭരണത്തിന്റെ സീൽക്കാര ശബ്ദം കൊണ്ട് നിങ്ങളുടെ ഉറക്കിന് വല്ല ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് അഴിച്ചു വെച്ചതാ. കാരണം ഒന്ന് പുതിയതാകുന്നവരെ അത് പരിചയിക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. അപ്പൊ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ആഭരണത്തിന്റെ സീൽക്കാര ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാനത് അഴിച്ചു വെച്ചത് എന്ന് ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അബൂ തൽഹയോട് പറയുന്നുണ്ട്.